ഹൗ ടു ബ്രേക്ക് ദിസ് ഡാർക്ക് ഹോൾ. നമ്മളിലുള്ള ഈ കറുത്ത ശക്തിയെ എങ്ങനെ മാറ്റിക്കളയാനൊക്കും. ഇതൊരു ഇല്ലീഗൽ സ്പിരിറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് തുടങ്ങിയത് ഏദൻ തോട്ടത്തിൽ തുടങ്ങുന്നതിന് മുൻപേ സ്വർഗത്തിൽ ലൂസിഫർ തുടങ്ങിയതാണ്. ലൂസിഫറിനെ ദൈവത്തിന് വളരെ ഇഷ്ടമുള്ള ലൈറ്റ് ബെയറർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ പ്രകാശം വഹിച്ചവൻ ദൈവത്തിനെതിരായിട്ട് വന്നോടെ സ്വർഗത്തിൽ നിന്ന് തള്ളിയിട്ടത് ഭൂമിയിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഭൂമി ഇരുട്ടും പാഴുമായി കഴിഞ്ഞ മനുഷ്യനെയാണ് ഭൂമി ശരിയാക്കാൻ വേണ്ടി സൃഷ്ടിച്ചത്. നമ്മളോ പിശാചിനടിമയായി. അങ്ങനെ ദൈവം തന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ മറുത്ത് സ്വയബുദ്ധിയിൽ ഞാനെന്നുള്ള ബുദ്ധിയിൽ ആലോചനകളെടുത്ത് നമുക്കിന്ന് ഭാരമായി മാറിയിരിക്കുകയാണ്. ഒരു പ്രശ്നം വരുമ്പം ഈ ദുഷ്ടപിശാച് കൂട്ടിനൊട്ടില്ലതാണ്. അന്നേരം അതിനത്ര ശക്തിയേ ഉള്ളല്ലോ. പിന്നെ നമ്മൾ കുറേ സൗധങ്ങൾ ബിൽഡപ്പ് ചെയ്യുക, നമ്മുടെ ഇമാജിനേഷൻ, അതിൽ നിന്ന് നമ്മൾ ഈ ഒരു കറുത്ത ഒരു ഹോള് വലുതാക്കി നമ്മളെ തന്നെ ഇത് മൂടിക്കുകയാണ്. ഒരു ദിവസം നമ്മളെ ഇത് വിഴുങ്ങും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കുമോ? വേദപുസ്തകം പറയുന്ന ഒക്കുമെന്ന്. യോബിൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് ഏകദേശം 42-ാം അധ്യായമാകുമ്പോഴത്തേക്ക് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സത്യം, യോബ് ദൈവത്തോട്, നിനക്ക് സർവ്വതും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അത് കഴിഞ്ഞേച്ച് പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. 42:5. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. നമ്മളെല്ലാവരും അങ്ങനെയാണ്. പലരും പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ വിശ്വാസം വരുന്നത്. പക്ഷെ ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ ഞാൻ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. അവിടെ അനുതാപം വന്നു. അനുതാപം എന്താ വന്നത്? ദൈവം നേരിട്ട് വന്ന് പ്രത്യക്ഷം. ഞാനത് തന്നെ അവിടെ നിർത്തുകയാണ്. ദൈവമേ, നീ ഇറങ്ങി വന്നേ ഒക്കത്തുള്ളൂ. സാഹചര്യത്തിൽ മനുഷ്യർ സഹായിക്കുമെന്ന് അവിടെ ഇവിടെ. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ആനയുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കെന്ത് ഗുണം? അതൊന്നും ഒരു ഉത്തരമല്ല. ഉത്തരം തരാൻ കഴിവുള്ളൊരു ദൈവം നമ്മുടെ മുമ്പിൽ വന്നേക്കുന്നു. അവനെ വിളിച്ചു വരുന്നു. ആത്മാർത്ഥതയോടെ ദൈവത്തെ വിളിക്കുന്നു. ഏത് രൂപത്തിൽ വിളിച്ചെന്നല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ ഞരക്കം പോലും സ്വർഗത്തിൽ വലിയ ഡ്രമ്മടിക്കുന്ന പോലെ കേൾക്കുന്ന ഒരു ദൈവം. നിൻ്റെ ഞരക്കം സ്വർഗത്തിൽ പ്രാർത്ഥനയായിട്ട് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. സംശയമില്ല. പറഞ്ഞിട്ടുണ്ട്, പ്രശ്നങ്ങൾ നമ്മൾ ആർക്കും സഹിക്കാൻ വയ്യാത്തടത്ത് ഒറ്റ രാത്രി കൊണ്ട് സിറ്റുവേഷൻ മാറ്റുന്നു. ഇന്നലെ ഗർവിച്ച സിംഹം പോലെ ഇരുന്നവൻ ഇന്ന് രാവിലെ ആട്ടിൻകുട്ടിയാണ്. അനുഭവങ്ങൾ എത്ര എണ്ണം എൻ്റെ മുമ്പിൽ വരുന്നു, എത്ര എണ്ണം. തലേ ദിവസവും നിങ്ങളുടെ വിശ്വാസം എനിക്ക് വേണ്ട അങ്ങനെ പറയും. പിറ്റേ ദിവസം വേദപുസ്തകം എടുത്ത് നീ വായിക്കാൻ തുടങ്ങും. ആരോടാണ് നീ ഉതയ്ക്കുന്നത്? മുള്ളിനോട് നീ ഉതയ്ക്കുന്നോ? ദൈവം കണ്ടിരിക്കുകയാണ്. അതായത് നമ്മളിലുള്ള ഈ ഗർവമുണ്ടല്ലോ, ഈ ഗർവം എന്ന് പറയുന്ന ഒരു പിശാചാണ്. അതിനെ നമ്മൾ മരണത്തോളം വെറുക്കണം. അതേത് രൂപത്തിലാണ് വരുന്നതെന്ന് ആർക്കും പറയാനാകത്തില്ല. ഈ ദൈവം യേശുക്രിസ്തുവിനെ നമ്മളെപ്പോഴും ചിത്രീകരിക്കുമ്പം കുഞ്ഞാടാണ്, നമ്മുടെ പാപം വഹിക്കും. പക്ഷെ ഞാനെപ്പോഴും ഈ ദിവസങ്ങളിൽ കണ്ട് ഗർജിക്കുന്ന ഒരു സിംഹമാണവൻ. എൻ്റെ കുഞ്ഞുങ്ങളെ തൊട്ടാൽ എൻ്റെ കൃഷ്ണമണിയാണ് നീ തൊടുന്നത്. എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോയേക്കരുത് വചനമാണ് അയക്കുന്നത്. തൊട്ട് നോക്ക് നീ. അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി. അറിയാമോ? ഈ ദൈവത്തെ അനുഭവിച്ചറിയണം. ദൈവം യോബിൻ്റെ പോലും വേലി പൊളിക്കാൻ അനുവദിച്ചു. നമ്മുടെ വേലി പൊളിച്ചെങ്കിൽ അതിൽ ഉത്തമമായിട്ട് തരാൻ അറിയാവുന്ന ഒരു ദൈവമുണ്ട്. കുറുനരികളെ പിടിച്ചെടുക്കാൻ നിനക്ക് കഴിവുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ദൈവം നമ്മുടെ മുമ്പിൽ വന്നത്. ആവശ്യം നമ്മളോട് പറയുന്നതാണ്. കർത്താവ് പറയുന്നുണ്ട്, ദൈവം പറയുന്നു, ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കേണ്ടതിന് നീ പോയി യാഗം കഴിക്കാൻ പറയുന്നു. നിൻ്റെ മൂഢത്തരം നീ അവിടെ യോബിൻ്റെ സങ്കടത്തിൽ നിൻ്റെ മൂഢത്തരം വിളിച്ചു പറഞ്ഞ് ഞാൻ കേട്ടു. ഞാനത് കേട്ടില്ലെന്ന് നീ വിചാരിച്ചോ? ഞാൻ കേട്ടു. എന്ത് ചെയ്യണം? യാഗം കഴിക്കാൻ പറഞ്ഞു. അതാണ് പറയുന്നത്. അങ്ങനെ തേമാന്യനായ ഏലീസബും ഗുഹ്യനായ ബിൽദാദും നയമാന്യനായ സോഹരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യാഗം കഴിച്ചു. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നൊക്കെയും യഹോവ യോബിനെ ഇരട്ടിയായിട്ട് കൊടുത്തു. അങ്ങനെ യഹോവ യോബിൻ്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലത്തെക്കാളും അനുഗ്രഹിച്ചു. 10 മക്കളെയും വേറെ കൊടുക്കുന്ന ദൈവം അവന് സ്ത്രീകൾക്ക്, പെൺമക്കളുണ്ടായിരുന്നവർക്ക് അവകാശം കൊടുക്കുന്നു. യോബ് 140 വർഷം വരെ ജീവിച്ച് സ്വസ്ഥതയിലേക്ക് കയറുക. എന്തൊരു മനോഹരമായ എൻഡിങ് അല്ലേ! ബ്യൂട്ടിഫുൾ. ആർക്ക് ചെയ്യാൻ സാധിക്കും? നഷ്ടപ്പെട്ട് 10 മക്കൾ പിന്നെ അപ്പോൾ 20 മക്കളെ
10 നേരത്തെ പോയി, ഇപ്പം 10 കൊണ്ട് 20. അപ്പോൾ ദീസ് ആർ ദി വാട്ട് ആർ ദ കീ. അതായത് നമ്മൾ ഒന്നാമത് പരിശുദ്ധാത്മാവെന്ന് അറിയണം. ഒന്നാമത് ഈ പ്രോബ്ലം ഉണ്ടെന്ന് അറിയണം. ഓ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആർക്കാണ് കുഴപ്പമില്ലാത്തത്? കുഴപ്പമില്ല എന്ന് പറയുന്നവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓ എൻ്റെ കാര്യം ആരും നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. അവനെ സൂക്ഷിച്ചോണം. അവരെ വിശ്വസിക്കാൻ കൊള്ളൂല. ഒന്ന് അക്കൗണ്ടബിലിറ്റി. യു ഷുഡ് ഹാവ് എ സ്മോൾ ഗ്രൂപ്പ്. വീട്ടിലുള്ളതാണ് ഏറ്റവും നല്ല, ഭാര്യയും ഭർത്താവും മക്കളും. പക്ഷേ എത്ര വീട്ടിൽ പ്രാർത്ഥിക്കുന്നു? ഒരേ വിഷയം എടുക്കുക. ഇപ്പോൾ നമ്മൾ കല്യാണത്തിന്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് അപ്പം പറയുന്നു അവൻ 25 വയസ്സായി, ഇപ്പം കല്യാണം കഴിക്കണം. അമ്മ പറയും അവൻ 25 വയസ്സല്ലേ ആയുള്ളൂ. രണ്ടുപേരും പറയുന്ന ഒരു കാര്യം, പക്ഷെ അപ്പം പറയുന്നത് ഇപ്പം കല്യാണം കഴിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്നത് ശരിയാകത്തില്ലല്ലേ. അമ്മ പറയും അവൻ 25 വയസ്സല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, ഇച്ചിരി കൂടെ ഒന്ന് ആയിക്കോട്ടെ. ഒരേ കാര്യം, 2 അഭിപ്രായം. സിമ്പിൾ തിങ്, ഐക്യതയില്ല. ഇതൊരു ചെറിയ എക്സാം. ഇതുപോലെയല്ലേ എല്ലാ കാര്യത്തിലും. ഒരാൾക്ക് ചോറ് വേണം, മറ്റേയാൾക്ക് ചപ്പാത്തി മതി. ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ ഞാൻ കഴിക്കുന്നില്ല, തീർന്നില്ല. ഐക്യത. പണ്ട് കാലം അങ്ങനെയാണോ? അമ്മയപ്പന്മാർ ഭക്ഷണം ഉണ്ടാക്കി വെച്ചു, വേണേൽ കഴിക്കാൻ പറയും. മര്യാദയ്ക്ക് നമ്മൾ പോയി കഴിക്കുമായിരുന്നു. ഇതൊക്കെ അങ്ങനെ പറയാൻ പോലും പേടിയാണ്. ഒന്ന് അക്കൗണ്ടബിലിറ്റി. നമുക്കൊരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിട്ട് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അക്കൗണ്ടബിൾ ആകണം. എൻ്റെ കാര്യം. ഞങ്ങൾ സൗദിയിലായിരുന്നു, അപ്പോൾ ചെയ്യുമായിരുന്നു. എനിക്കൊരു നല്ല ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് വരും, എന്നും എന്നെ വിളിക്കണം എന്ന് പറയും. ഞാൻ പറയും എന്തിനാ എന്നും വിളിക്കുന്നത്, വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ ആ കൊച്ചനോട് തിരിച്ചു പറഞ്ഞൊരു ഉത്തരം, നമ്മളെ പരദേശികളായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. എത്ര ഉന്നത ആർക്കും ആപത്ത് വരാം. നിങ്ങൾക്ക് വല്ലതും പറ്റിയാൽ ഞാനല്ലേ ആദ്യം അറിയേണ്ടത്, എല്ലാ ദിവസവും വിളിക്കണം. ആ തോട്ട് കണ്ട, നീ ദൂരദേശത്ത് വന്ന് നിൽക്കുമ്പോൾ നിനക്ക് ആപത്ത് വന്നാൽ ഞാനെങ്കിലും അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ദാറ്റ്സ് കോൾഡ് അക്കൗണ്ടബിലിറ്റി. എന്ന് വിളിക്കത്തില്ല, ബട്ട് ദാറ്റ് ഫാക്ട് ദാറ്റ് അതാണ് കുടുംബം, അതാണ് സ്നേഹം. അന്യോന്യ അക്കൗണ്ടബിൾ. കണ്ടില്ലയോ എന്ത് പറ്റി, ദൈവമേ എന്താണ് ചോദിക്കുക, എന്ത് പറ്റി, അതിനൊന്നും അതേ സമയം. ഇപ്പോൾ ആർക്കും വേണ്ടല്ലോ, ഒരു നമുക്ക് ആര് വന്നില്ല അങ്ങനെ ചിന്തിക്കുക. അതല്ല ദൈവം. ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഒരു സ്വാതന്ത്ര്യം. അതായത് നമ്മൾ ഈ യെശയ്യാ 61 വളരെ ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കാൻ. ഈ ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളാണ് ഈ യേശു ക്രിസ്തു എടുത്ത് 61-ാം അധ്യായമാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെടുത്ത് വായിക്കുന്നത്. ഉത്തരമാണ്. 61-ൽ ഇങ്ങനെയാണ് പറയുന്നത്, എളിയവരോട് സത്വർദ്ധമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കാൻ ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലും ദുഃഖത്തിന് പകരം ആനന്ദ തൈലം വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലായം കൊടുപ്പാൻ ഞാൻ നിന്നെ അയച്ചിരിക്കും. ആരെയാ? യേശുവിന്. ലൂക്കോസിൻ്റെ സുവിശേഷം 4:14 ഇത് തുടങ്ങിയാണ് കർത്താവ് സുവിശേഷം തുടങ്ങുന്നത്. എഴുതിയിട്ടില്ലേ? പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക. കർത്താവ് എന്തുവാ പറയുന്നത്? നീ ഒന്ന് പറ, ദുഃഖിതന്മാരെ നിനക്ക് ആശ്വസിപ്പിക്കാൻ ഒക്കും. വിഷണ്ണ മനസ്സിന് ഒരു സ്തുതി എന്ന മേലാട്, ദുഃഖിത വെണ്ണീറിന് പകരം അലങ്കാരമാല, ഇതൊക്കെ നിനക്ക് കൊടുക്കാൻ ഞാൻ അധികാരം തരികയാണ്. ദാറ്റ്സ് കോൾഡ് ഹോപ്പ് ഇൻ ദ പ്രോമിസ് ഓഫ് ഗോഡ്. ഫെയ്ത്ത് ഇൻ ഗോഡ്. വിശ്വാസം. അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായിട്ടുണ്ട്. പിന്നെ ദൈവത്തിലുള്ള സന്തോഷം. ഇതൊക്കെ ഒറ്റമൂലിയാണ് പരിശുദ്ധാത്മാവ്. ചോദിക്കാം. എനിക്ക് ഐ റിയലൈസ് ദാറ്റ് ദർ ഇസ് എ ബ്ലാക്ക് ഹോൾ. എല്ലാ നന്മയും അനുഭവിച്ചിട്ടും നന്ദിയില്ലാത്ത ഒരു ഹൃദയം എനിക്കുണ്ട് കർത്താവേ. അതൊരു ഇല്ലീഗൽ സ്പിരിറ്റാണ്. അതിന് എൻ്റെ ഹൃദയത്തിൽ ഇനി സ്ഥാനമില്ല. അരിഞ്ഞു പോട്ടെ. അവിടേക്ക് നിൻ്റെ പ്രകാശം. അപ്പച്ചൻ യേശു ക്രിസ്തു കയറാത്ത ഒരൊറ്റ മുറി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. വിട്ടുകൊടുക്കാം. എന്നിട്ട് ലെറ്റസ് എൻജോയ് ലൈഫ് ഇൻ ഹിം. ബിക്കോസ് ഈ പിശാചില്ലേ, ഈ നാശം, അതായത് നമ്മൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സത്വത്തിനെ ദൈവം എടുത്തു മാറ്റി ക്രൂശിൽ മേൽ ജയമെടുത്തിരിക്കുകയാണ്. നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. യോബിന് ഇരട്ടി കൊടുത്തെങ്കിൽ സമൃദ്ധമായിട്ട് തരുന്നൊരു ദൈവം സ്വർഗം തുറന്ന് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, എത്ര മനോഹരമാണ് നിൻ്റെ കൂടെയുള്ള വാസം. ഏദൻ തോട്ടത്തിലേക്ക് തിരിച്ചു കയറിയ അനുഭവം ഞങ്ങൾക്ക് തോന്നിക്കുന്നു. ഞങ്ങളുടെയൊക്കെ നഷ്ടപ്പെട്ടതെല്ലാം പറുദീസയിൽ വെച്ച് നഷ്ടപ്പെട്ടത് നിന്നോട് എതിർത്തപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. അതിനാൽ ഞങ്ങളുടെ ആത്മാവ് മരിച്ചു കിടന്നിടത്ത്
ഒരു കറുത്ത സത്വം കയറിയിരിപ്പുണ്ടായിരുന്നു അപ്പച്ച. അതിനെ എടുത്തു മാറ്റി ആ ഇരുട്ട്, അത് ഇല്ലീഗൽ സ്പിരിറ്റാണ്. അതിനെ എടുത്തു മാറ്റി വെട്ടമാകുന്ന നിന്നെ ഉൾക്കൊള്ളാൻ, ക്രിസ്തുവിൻ്റെ ജീവനെ കൊണ്ട് നിറയ്ക്കാൻ, എവിടെയെല്ലാം ഒളിഞ്ഞു കിടക്കുന്ന പിശാചിൻ്റെ സത്വങ്ങളുടെ ദുഷ്ടൻ്റെ നുണകളുണ്ട് അതെല്ലാം അഴിച്ചു മാറ്റി ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ, മക്കളിൽ, ആൺമക്കളിൽ, പെൺമക്കളിൽ ഈ സമയത്ത് ഞങ്ങൾ അയക്കുന്നു. സമയം ചെന്ന് കൊള്ളട്ടെ അപ്പച്ച. ഊരുക്കളിൽ ആശ്രയിക്കുന്ന, ഭുജബലത്തിൽ ആശ്രയിക്കുന്ന ദുഷ്ടശക്തികളെ അടിച്ചു മാറ്റി ക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി ഇതോടുകൂടി അയച്ചു കൊടുക്കുന്നു. അത് അനേക മക്കളുടെ ഊരുക്കളിലുള്ള ബലമെടുത്തു മാറ്റി കർത്താവ് തൻ്റെ വെളിച്ചം കൊണ്ട് നിറയ്ക്കുന്നു. എൻകൗണ്ടർ വിത്ത് യു ലോർഡ് അവിടുന്ന് ചെയ്യുന്നു. അനേക അമ്മമാരുടെ കണ്ണുനീരിൽ നിന്ന് ഉത്തരം കിട്ടുന്ന ദിവസമാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ യോബിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ ഇരട്ടിയായിട്ട് അനുഗ്രഹം കടന്നു വരുന്ന ദിവസമാണ്. എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഇരുട്ടിനെ അടിച്ചു മാറ്റി പ്രകാശമാക്കിയതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.